ഡോക്ടർ രാജീവ് ജയദേവ്, ഡോക്ടർ ഇപ്പോൾ 330 പേരുടെ ഒരു സമ്പർക്ക പട്ടിക, അതിൽ 100 പേർ ഹൈ റിസ്കിലാണ്. നമുക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന സാമ്പിളുകളൊക്കെ നെഗറ്റീവാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ പകർച്ച അല്ലെങ്കിൽ വ്യാപനം എന്ന് പറയുന്നത് വളരെ ചെറിയ തോതിലാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആദ്യത്തെ തവണ ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് ഏറ്റവും പോസിറ്റീവായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം. നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയും അല്ലേ? തീർച്ചയായും ഇത് ഔട്ട്ബ്രേക്ക് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് അതിന്റെ തുടക്കത്തിലാണ്. അനേകം പേരിലേക്ക് വ്യാപിച്ചതിന് ശേഷം കൺട്രോൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് അത് തുടക്കത്തിൽ കണ്ടുപിടിക്കുകയും ആ വ്യക്തിയുടെ ആദ്യത്തെ രോഗിയുടെ സമ്പർക്കത്തിൽ ആരൊക്കെ വന്നോ അവരെ നിരീക്ഷിക്കുകയും അവരുടെ റിസ്ക് ലെവൽ തിട്ടപ്പെടുത്തി അതനുസരിച്ച് നടപടികൾ കൈക്കൊള്ളുകയുമാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ എഫക്റ്റീവായിട്ട് ഈ വാർത്തകൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എത്തിക്കുകയുമാണ് വേണ്ടത്. നമ്മൾ 2018 കണ്ടു വല്ലാത്ത ഒരു പരിഭ്രാന്തി, കേരളത്തിൽ നിന്നല്ല കേരളത്തിന് പുറത്തും തന്നെ വളരെയധികം പരിഭ്രാന്തിയും അനാവശ്യമായിട്ടുള്ള പല നടപടികളും, ഉദാഹരണത്തിന് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള യാത്ര പോലും നിലച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. ഇതൊന്നും ആവശ്യമായിരുന്ന നടപടികളായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണം. കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആയിരിക്കണം. ഈ ഔട്ട്ബ്രേക്ക് നടക്കുന്ന സ്ഥലം എവിടെയാണോ ആ ഭാഗത്ത് ഏത് നിർദ്ദേശങ്ങളാണ് വേണ്ടത്, ഇവിടെ നിന്നും ദൂരത്തുള്ള സ്ഥലങ്ങളിൽ ഉള്ള ജനങ്ങൾ പരിഭ്രാന്തർ ആകേണ്ട കാര്യമില്ല എന്നുള്ളത് ജനങ്ങൾ അറിയണം. ഇത് കോവിഡ് പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല. ഡോക്ടർ അൽത്താഫ് പറഞ്ഞതുപോലെ ഇതിന്റെ വ്യക്തിയിൽ നിന്നും വ്യക്തിയിലേക്ക് അത് പകരാനുള്ള അതിന്റെ കഴിവ് വളരെ കുറവാണ്. അതിന് R0 എന്ന് പറയും. ഇതിന്റെ R0 വെറും 0.4 ആണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ബിലോ 1. 1 താഴെയുള്ള സംഖ്യയാണ് 0.4. അതിന്റെ അർത്ഥം ഒരാളിൽ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ആളിലേക്ക് ബാധിക്കാതെ താനെ കെട്ടടങ്ങും എന്നുള്ളതും. നേരെ മറിച്ച് കോവിഡിൻ്റെത് തുടക്കകാലത്ത് 2-നും 3-നും ഇടയ്ക്കായിരുന്നു. അതായത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അത് 2 ആകും, 2 4 ആകും, 4 അതിനുശേഷം 4 16 ആകും, അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് കോവിഡ് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് പേരിലേക്ക് വ്യാപിച്ചത്. പക്ഷെ അപ്രകാരമുള്ള രോഗമല്ല നിപ്പ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഡോക്ടർ രാജീവ് ജയദേവ്, ഇതിപ്പോ ആശങ്കയുണ്ടാക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രോഗിയുമായി 14 വയസ്സുകാരനുമായി സമ്പർക്കമില്ലാത്ത ഒരാൾക്ക് കൂടി രോഗലക്ഷണങ്ങൾ കാണുന്നു എന്നുള്ളതാണ്. അതായത് എവിടെ നിന്ന് രോഗം പകർന്നു ആ സ്രോതസ്സിൽ നിന്ന് കൂടുതൽ പേരിലേക്ക്, സമ്പർക്ക പട്ടികയാണല്ലോ നമ്മുടെ കയ്യിലുള്ളത്, ആ സ്രോതസ്സിൽ നിന്ന് കൂടുതൽ പേരിലേക്ക് രോഗബാധ ഉണ്ടാകാൻ ഉള്ള സാധ്യത, അതിനെ ഭയക്കേണ്ടതുണ്ടോ? ശാസ്ത്രലോകം ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു വസ്തുതയുണ്ടെങ്കിൽ ഇതാണ്. ഈ ബാറ്റുകളിൽ, പഴന്തീനി വവ്വാലുകളിൽ മാത്രം കാണപ്പെടുന്ന ഈ വൈറസ്, സ്വാഭാവികമായി കാണപ്പെടുന്ന ഈ വൈറസ് എങ്ങനെ ഒരു മനുഷ്യജീവിയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. നമ്മളിപ്പോൾ അനവധി ഔട്ട്ബ്രേക്കുകൾ നമ്മൾ നേരിട്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ കുറവ് തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. കാരണം അങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക് ജനങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഊഹം വെച്ചുള്ള നിർദ്ദേശങ്ങളാണ്. ഉദാഹരണത്തിന് നിലത്ത് വീണ പഴങ്ങൾ കഴിക്കരുത്, ആരുടെയെങ്കിലും കടിയുടെ പാടുകൾ ഉണ്ടെങ്കിൽ ആ പഴം കഴിക്കരുത്, അതുപോലെ തന്നെ ചെരുപ്പിടാതെ നിലത്തുകൂടി നടക്കരുത്, പ്രത്യേകിച്ചും ബാറ്റിന്റെ വിസർജ്യവും മറ്റുമൊക്കെയുള്ള അല്ലെങ്കിൽ രക്തവും മറ്റുമൊക്കെയുള്ള മണലാണെങ്കിൽ അതിൽ നിന്നും ചിലപ്പോൾ നമ്മളിലേക്ക് ജമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് മറ്റൊരു ജീവിയുണ്ടോ, ഇതിനൊരു ഇന്റർമീഡിയറ്റ് പോസ്റ്റ് ഉണ്ട്, ഇതൊന്നും നമുക്കറിയില്ല. അത് കൃത്യമായി അന്വേഷിക്കുക എന്നുള്ള ഇത്തവണയെങ്കിലും നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.